ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കല്യാണം ഉണ്ടെന്ന് സൺഡേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. 3 മണിക്കാണ് ഇവിടുന്ന് ബസ് കേട്ടോ. നമ്മൾ ബസ് കയറി പോവുമല്ല കേട്ടോ. ഇവിടെ പിന്നെ കല്യാണമുള്ള വീട്ടുകാരനെ ഏൽപ്പിച്ചതാണ് ഒരു ടൂറിസ്റ്റ് ബസ്, 2 ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ 3 മണിക്കാണ് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2:45 2:50 ആയപ്പോഴത്തേനും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മയും പോന്നിട്ടുണ്ട് തറവാട്ടിൽ നിന്ന്. വേറെ ആരുമില്ല കേട്ടോ. രഞ്ജു പോന്നിട്ടില്ല. രഞ്ജുവിന് പോരാൻ കുട്ടീനെയും കൊണ്ട് പോരുമ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അപ്പോൾ അവൾ പോന്നിട്ടില്ല. പിന്നെ അവൾ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാ കണ്ടോ, ഇത് വേറെ ഇളയച്ചൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവർ വന്നപ്പോൾ തന്നെ ബസ്സിൽ കയറിയിട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. അടുത്തുള്ളവരും പിന്നെ അതേപോലെ തന്നെ കുറേ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പോരാ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വണ്ടി ഏൽപ്പിച്ചതാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും പോരണം എന്ന് കരുതിയിട്ടേ. പിന്നെ കുറേ ആൾക്കാരൊന്നും പോയിട്ടില്ല, കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിലുള്ള അത്രയും ആൾക്കാർ തന്നെ പോയിട്ടുള്ളൂ കേട്ടോ. ദൂരത്തായതുകൊണ്ടാണോ എന്താ അറിയില്ല, പൊതുവേ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. പിന്നെ ചെക്കൻ്റെ പേര് ഗിരിധർ എന്നാണ്. പിന്നെ പെൺകുട്ടീൻ്റെ പേര് അപർണ എന്നാണ് കേട്ടോ. അപ്പോൾ അപർണേൻ്റെ വീട് തിരുപ്പൂരാണ്, തമിഴ്നാട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഉള്ളത് രാമനാട്ടുകരയാണ് കേട്ടോ. കേഹിൽ ഹെറിറ്റേജ് കൺവെൻഷൻ സെൻറ്റർ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പിന്നെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കിട്ടിയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര കാണാനൊരു ഇതായിട്ടോ. കാരണം കുറച്ച് കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ, കാണാലോ. പിന്നെ അതാ മക്കളൊക്കെ പാട്ട് വെച്ചപ്പോൾ ഡാൻസൊക്കെ കളിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ കുറവായിരുന്നു കേട്ടോ. പൊതുവേ എൻ്റെയും ഓളെയും കുട്ടികൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ ഈ സമയത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും എഴുതിയിട്ടാവും ആരും പോരാഞ്ഞത്. പിന്നെ തിരിച്ച് വരുമ്പോഴും തന്നെ കുറച്ച് ദൂരമുള്ളതല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മളത് വീട്ടിൽ നിന്ന് പിന്നെ 3:15 3:30 ആയപ്പോഴത്തേന് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേന് 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ തിരിച്ച് പോരുമ്പോഴും തന്നെ ഈവനിങ് പ്രോഗ്രാം ആയതുകൊണ്ടേ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാവും പോരാഞ്ഞത്, കുട്ടികളെയും കൊണ്ടൊക്കെ പോരാഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് പോയി, ഇനിയിപ്പോൾ എന്തായാലും വരട്ടെ വിചാരിച്ചങ്ങാണ്ട്. പിന്നെ എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ എന്താ മക്കൾക്കൊന്ന് വാഷ്റൂമിൽ പോകണം പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. കാരണം നേരത്തെ പോകുന്നതല്ലേ, കുറച്ച് സമയമായില്ലേ ബസ്സിൽ തന്നെ ഇരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5:30 ആവാൻ നേരത്താണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പം തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൺ ആക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുന്നിൻ്റെ മുകളിലാണ്. അത് വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കയറുന്നത്. കാരണം നമുക്ക് എത്തിയോ എന്നുള്ളൊരു ഇത് അറിയണില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ബസ്സിലിരിക്കല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ വെൽക്കം ഡ്രിങ്ക്സ് എന്തൊക്കെയോ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ 2-3 സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഗ്രേപ്സ് ആണ് കേട്ടോ കഴിച്ചത്. പിന്നെ അതാ ഞങ്ങൾ നേരെ കയറിയിട്ടുണ്ട്. ചെക്കനെയും പെണ്ണിനെയും അടുത്തുനിന്നൊന്നും അങ്ങനെ വീഡിയോസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അതാ കണ്ടോ, റിസപ്ഷനാണിപ്പോൾ. രാവിലെ ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് ഒരേട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ, നമുക്ക് ഇന്ന സമയത്തേക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്തണം എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഫുഡ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇത് വൃശ്ചികമാസമാണല്ലോ, അപ്പോൾ പിന്നെ ദൈവമേ ഇത് നോൺ വെജ് ആണോ എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നോക്കിയപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ, നമ്മൾ കഴിക്കാത്ത കുറേ വെജിറ്റേറിയൻ സാധനങ്ങൾ കേട്ടോ. സൂപ്പർ ടേസ്റ്റും ആയിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങനെ ഓരോന്നിൻ്റെയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ കണ്ടു നോക്കൂ കേട്ടോ. റൈസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ദോശ, സാമ്പാർ, ചട്ടണി അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ പനീർ ഉണ്ടായിരുന്നു. അപ്പോൾ പനീറും പിന്നെ അതേപോലെ തന്നെ മഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞത് ലോട്ടസ് കൊണ്ടൊരു ഗ്രേവി ഉണ്ടാക്കിയതായിട്ട്, നമ്മുടെ താമരപ്പൂ ഉണ്ടല്ലോ അതുകൊണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ എടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിക്കാത്തൊരു സാധനം ബട്ടൂര. ഇതാ കണ്ടോ, ബട്ടൂര ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കഴിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് കഴിക്കാത്തത് കഴിക്കാൻ പറ്റി കേട്ടോ വെജിറ്റേറിയൻസിൽ. പിന്നെ അതായത് ചെറിയ ചെറിയ ഇഡ്ഡലി, രാമശ്ശേരി മിനി ഇഡ്ഡലി ഉണ്ടാവും, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാമ്പാറൊക്കെ തമിഴ്നാട് സ്റ്റൈലിലുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമായില്ല, നമ്മുടെ സാമ്പാറാണ് എനിക്കിഷ്ടം. പിന്നെ അതേപോലെ നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ പലവിധം സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ മഷ്റൂമും പിന്നെ പനീറും വെച്ചിട്ടുള്ള കറി ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ചോദിക്കാൻ എങ്ങനെയാണ് ചോദിക്കുക വിചാരിച്ചിട്ടാണ് ചോദിക്കാഞ്ഞത്. അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അത്ര രസമുണ്ടായിരുന്നു. മഷ്റൂമും പിന്നെന്താ പച്ചക്കുരുമുളകാണ് തോന്നുന്നു അരച്ചത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോൺ വെജ് വേണമെന്ന് തന്നെ തോന്നില്ല, അത്രയും നല്ല ടേസ്റ്റ് സാധനങ്ങൾ കേട്ടോ. പിന്നെ അതാ ഇവിടെ ലൈവായിട്ട് മ്യൂസിക്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നമ്മൾ പിന്നെ കല്യാണത്തിനൊക്കെ മ്യൂസിക് സാധാരണ ഇടുമല്ലോ, അതാണ് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട് അപ്പുറത്ത് നിന്നൊരു ഷിജിയേട്ടൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, അത് ലൈവാണ് എന്നുള്ളത്. നല്ല കേട്ടിരിക്കാൻ പറ്റിയ മ്യൂസിക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇതാ കുറേ ഡെസേർട്ട് ഉണ്ടായിരുന്നു, കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ. ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇത് കുമ്പളങ്ങയും കൊണ്ടൊരു ഹലുവ കേട്ടോ. ഇത് ഇളനീർ പായസം ഉണ്ടോ, ഇളനീർ പായസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രസങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ചു. അതേപോലെ തന്നെ കുമ്പളങ്ങയും കൊണ്ട് ഹലുവ, അതും തന്നെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. രസം കുഴപ്പമില്ല, അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഒരു 3-4 തരം ചായകളുണ്ടായിരുന്നു. പിന്നെ ചായ ഒന്നും ഞങ്ങൾ അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ, മറ്റേ തന്നെ കഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാത്തിനും കൂടി വയറിൽ സ്ഥലം വേണ്ടേ, അപ്പോൾ പിന്നെ അതൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കേക്കും ഉണ്ടായിരുന്നു കേട്ടോ, അവർ പിന്നെ കട്ട് ചെയ്ത കേക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് കൊണ്ടുവന്നത്. പിന്നെ മക്കളൊക്കെ കേക്കും കൂടെ വാങ്ങിയിട്ടോ. ഞാൻ കേക്കൊന്നും പിന്നെ വാങ്ങിയിട്ടില്ല, ഞാൻ ആകെ ഫ്രൂട്ട് സാലഡും പിന്നെ അതേപോലെ തന്നെ കുമ്പളങ്ങേണ്ടുള്ള ഹലുവയും റസ്മലായി ഒന്നും വാങ്ങിയിട്ടോ. അതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി, നമുക്ക് അറിയണമല്ലോ സംഭവം എന്ന്, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുമ്പളങ്ങേൻ്റെത് എനിക്ക് വലിയൊരു നെയ്യ് ഭയങ്കര കുത്തലുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊരു ടേസ്റ്റിക്ക് തോന്നിയില്ല. കുറേ ആൾക്കാർ വാങ്ങണം കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടമായില്ല. പിന്നെ അതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. മക്കൾ എവിടേക്കോ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അമ്മായിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മായിയൊക്കെ ഇങ്ങനെ പറയുന്നില്ല ലച്ചമ്മളോട്, മോളെ അതൊക്കെ പോയി മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് അപ്പുറത്ത് സൂപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാറ്റ് കൗണ്ടർ പറഞ്ഞിട്ട് ഇവിടെ പാനിപൂരി, ധാലിപൂരി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ അതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബർഗർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചാൽ പോകൂല, അതേപോലെ ആയിട്ടുണ്ട്. വയറ് നിറഞ്ഞിരുന്നു അപ്പോഴേക്കിനും കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂസാണ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പുറത്തും മുള്ളും എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ തിരിച്ച് പോരാൻ നിന്നു കേട്ടോ, കാരണം ഒത്തിരി വൈകിയാൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് കുറേ ലൈറ്റാവും. എന്നാൽ തന്നെ ഞങ്ങൾ 7:30 ആയപ്പോഴത്തേന് പോന്നിട്ട് 9:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേന്. കുന്നുമ്മയ്ക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇറങ്ങണ വീഡിയോസ് ഇങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ വണ്ടിയിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ ലൈജേട്ടൻ, നമ്മുടെ അവിടുത്തെ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ള പേടിയിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും. പിന്നെ ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കല്യാണമായിരുന്നു, സൂപ്പർ കല്യാണം. വെജിറ്റേറിയൻസിന് ഇത്രയും വിഭവങ്ങളുണ്ട് എനിക്ക് അന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നോൺ വെജൊന്നും വേണ്ട കേട്ടോ, ഇതാണെങ്കിൽ നമുക്ക് വയറിനും സുഖമാണ്, എല്ലാം കൊണ്ടും സുഖമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്